ഹലോ ഇന്നലെ നോമ്പ് പറഞ്ഞ നേരെ ഇങ്ങോട്ടാണേ പോയത്. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങോട്ടാ പോയി? ഈ ചെക്കനെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പൊ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇവന്റെ പാട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവൻ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ പോയത്. ഇവിടെ പോയപ്പോ അപ്രതീക്ഷയായിട്ട് കണ്ടതാട്ടോ. അങ്ങനെ കുടിക്കാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പിടിക്കണം തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവാൻ. ഇതിന്റെ കിണറോ? ഇതിന്റെ പേരാണ് മക്കളെ ഭണ്ഡാരം. ഭണ്ഡാരല്ല കേട്ടോ, ഭണ്ഡാരം. കുടിക്കുന്ന സാധനമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിൽ കാണാൻ വേണ്ടി ഫ്ലാഷ് അടിച്ച് നോക്കിയതാട്ടോ. ഇത് പച്ചക്കുതിരയുള്ള ദിലീപ് അല്ല കേട്ടോ, ഇതാണ് മക്കളെ ഞാൻ. ഈ ഒരു ഭണ്ഡാരം കുടിച്ചു നോക്കുമ്പോ ഭണ്ഡാരം കുടിച്ചു നോക്കുമ്പോ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ആലോചിച്ചിട്ട് ഇപ്പോഴേ എനിക്ക് ടെൻഷൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പിലിട്ട സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോ അവിടെ വെറൈറ്റി സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ ബർക്കത്ത് കൊണ്ട് കരണ്ട് പോയി കിട്ടിട്ടോ. അങ്ങനെ തപ്പി തടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഐസ് പൊരിച്ചെടുക്കുന്ന ഒരു ചേട്ടനെ കണ്ടുട്ടോ. എന്തെല്ലാം ഹോബീസ് ആണല്ലേ. പിന്നെ വന്ന വഴിക്കൊന്നും കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പാവ് ബജിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പാവ് ബജി ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വാങ്ങിയതാട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കൊള്ളാം സാധനം. നേരത്തെ കഴിച്ച ഭണ്ഡാരം ഈ ബന്നും കൂടെ കുത്തി കടത്തുമ്പോഴത്തേക്ക് എന്റെ വയറ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മുരിഞ്ഞ ബണ്ണായത് കൊണ്ടാവാം നല്ല അടിപൊളി ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. നോമ്പെടുത്തവരത് കാണുന്നുണ്ട്, ഐ എം എക്സ്ട്രീംലി സോറി. ഈ മുരിഞ്ഞ ബണ്ണെടുത്ത് അതിന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഒരു മുളക് ബജിയും കൂടെ കഴിച്ചപ്പോൾ രാഹത്തായി. അപ്പൊ നോമ്പ് പറഞ്ഞ് വിട്ടുകളി നമ്മളെ പോണൂരേക്ക് കറക്റ്റ് ലൊക്കേഷൻ പുതിയ ബ്രിഡ്ജിന്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റും.